ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന മധ്യവയസ്കൻ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ. ബാങ്കിന്റെ ജപ്തി നോട്ടീസിൽ മനം നൊന്താണ് ജീവനൊടുക്കിയതെന്ന് സൂചന. അഞ്ചൽ കുരുവിക്കോണം സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയെടുക്കാൻ ജാമ്യക്കാരനായി ഇയാൾ നിന്നിരുന്നു. വായ്പയെടുത്താൽ കുടിശ്ശിക വരുത്തിയതോടെ വസ്തു ജപ്തി ചെയ്യുമെന്ന മുന്നറിയിപ്പ് നോട്ടീസ് വീടിന് മുന്നിൽ ബാങ്ക് അധികൃതർ സ്ഥാപിച്ചിരുന്നു. ഇതിൽ മനം നൊന്താണ് ജീവനൊടുക്കിയതെന്നാണ് സൂചന. നമ്മുടെ കുരുവിക്കോണം കുന്നുംപുറത്ത് ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്ന പുള്ളിക്കാരൻ. എന്നാൽ ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് തൊട്ടടുത്തൊരു വീട്ടിലൊരു ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞായറാഴ്ച പുള്ളിക്കാരൻ ഇറങ്ങിയതാണ്. അപ്പോൾ 3 ദിവസം കൊണ്ട് കാണുന്നില്ല. ഞായറാഴ്ച രാത്രി 11 മണിക്കും വീട്ടിലെ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ച് തിങ്കളാഴ്ചയും കൂടെ കാണാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കതവ് തുറന്ന് കിടക്കുന്നു. അപ്പോൾ വിചാരിച്ച് പുറത്തോട്ടിറങ്ങിപ്പോയാണെന്ന്. എന്നാൽ ഇന്ന് രാവിലെ ഒരു 9 മണിയായപ്പോഴും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെ അഞ്ചൽ എസ്ഐയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം അവർ തന്നെ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് കിണറ്റിൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് കണ്ട് സംശയാസ്പദമായ രീതിയിൽ അപ്പോൾ തന്നെ മോട്ടോർ കൊണ്ടുവന്ന് വെള്ളം പറ്റിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കണ്ട്. അഞ്ചലിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്ന 55-കാരനെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുരുവിക്കോണം സുജില്ലാസത്തിൽ അനിൽകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ അനിൽകുമാറിനെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറിന് സമീപം അനിൽകുമാറിന്റെ ചെരുപ്പ് കണ്ടത്. തുടർന്ന് കിണറ്റിൽ നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ മറ്റൊരാൾക്ക് വായ്പയെടുക്കാൻ അനിൽകുമാർ ജാമ്യം നിന്നിരുന്നു. വായ്പയെടുത്തയാൾ വായ്പ കുടിശ്ശിക വരുത്തിയതോടെ അനിൽകുമാർ ജാമ്യം നിന്ന വസ്തു ജപ്തി ചെയ്യുമെന്ന മുന്നറിയിപ്പ് നോട്ടീസ് കഴിഞ്ഞ 28-ന് വീടിന്റെ മുൻഭാഗത്തെ കതയിൽ ബാങ്ക് അധികൃതർ പതിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമമാണ് മരണത്തിന് കാരണമെന്നാണ് സൂചന. അഞ്ചൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എന്നാലിപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പം കതകിൽ ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പുള്ളിക്കാരൻ്റെ വസ്തു പണയപ്പെടുത്തി ജാമ്യം നിന്നതായിട്ടുള്ളൊരു നോട്ടീസ് രജിസ്ട്രാർ കൊണ്ടുവന്ന് ഒട്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇപ്പോൾ അതിൻ്റെ നടപടികളുമായി നീങ്ങുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.